ഹരേ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ദേവേ പ്രേമാമൃതാനന്ദമയേ നിത്യം നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുഗീത കണ്ടിന്യൂ. ഗുഗാരശ്ചന്ദകാരസ്തു രുഗാരസ്തന്നിരോധകൃത് അന്ധകാരവിനാശിത്വാദ് ഗുരുരിത്യഭിധീയതേ. ഗുഗാരം അന്ധകാരമാണ്, രുകാരം അന്ധകാരത്തെ അകറ്റുന്നതുമാണ്. അന്ധകാരത്തെ, അജ്ഞാനത്തെ അകറ്റുന്നതുകൊണ്ട് ഗുരു എന്ന് വിളിക്കപ്പെടുന്നു. ഗുഗാരശ്ച ഗുണാതീതോ രൂപാതീതോ രുഗാരഗാം ഗുണരൂപവിഹീനത്വാദ് ഗുരുരിത്യഭിധീയതേ. ഗുഗാരം ഗുണാതീതവും രുകാരം രൂപാതീതവുമാണ്. നിർഗുണനും അരൂപിയുമായതുകൊണ്ട് ഗുരു എന്ന് വിളിക്കപ്പെടുന്നു. ഗുഗാര പ്രഥമോ വർണ്ണോ മായാദിഗുണഭാസക രുകാരോസ്തി പരം ബ്രഹ്മ മായാഭ്രാന്തി വിമോചകം. ഗുരു എന്ന പദത്തിലെ ആദ്യാക്ഷരമായ ഗുകാരം മായ തുടങ്ങിയ ഗുണങ്ങളുടെ പ്രതീകവും രുകാരം മായാഭ്രാന്തിയെ അകറ്റുന്ന പരബ്രഹ്മവുമാണ്. ഏവം ഗുരുപദം ശ്രേഷ്ഠം ദേവാനാമപി ദുർലഭം ഹാഹ ഹൂഹു ഗുണൈശ്ചൈവ ഗന്ധർവാദ്യശ്ച പൂജിതം. ഇപ്രകാരം ഗുരു എന്ന പദം ശ്രേഷ്ഠവും ദേവന്മാർക്ക് പോലും ദുർലഭവും ഹാഹ ഹുഹു എന്നിങ്ങനെയുള്ള ഗന്ധർവ ഗണങ്ങളാൽ പൂജിക്കപ്പെടുന്നതുമാണ്. ധ്രുവം തേഷാഞ്ച സർവേഷാം നാസ്തി തത്വം ഗുരോപരം ഗുരോരാരാധനം കാര്യം സ്വജീവത്വം നിവേദയേത്. ആ ദേവഗന്ധർവന്മാരിൽ പോലും ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമായി യാതൊരു തത്വവും ഇല്ല എന്നത് നിശ്ചയമാണ്. അതുകൊണ്ട് ഗുരുവിനെ ആരാധിക്കുകയും തൻ്റെ ജീവത്വം ഗുരുവിന് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. കർമ്മണ മനസാ വാച സർവദാരാധയേത് ഗുരും ദീർഘദണ്ഡം നമസ്കൃത്യ നിർലജ്ജോ ഗുരു സന്നിധൗ. ഗുരുവിൻ്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും എപ്പോഴും ഗുരുവിനെ ആരാധിക്കുക. ഗുരുരേകോ ജഗത് സർവം ബ്രഹ്മ വിഷ്ണു ശിവാത്മകം ഗുരോ പരതരം നാസ്തി തസ്മാത് സംപൂജയേത് ഗുരും. ബ്രഹ്മ വിഷ്ണു ശിവാത്മകമായ ഈ ജഗത്ത് മുഴുവൻ ആയിരിക്കുന്നത് ഗുരു തന്നെയാണ്. ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഗുരുവിനെ നല്ലവണ്ണം പൂജിക്കുക. സർവശ്രുതി ശിരോരത്ന വിരാജിത പദാംബുജം വേദാന്താർത്ഥ പ്രവക്താരം തസ്മാത് സംപൂജയേത് ഗുരും. സകല ഉപനിഷത്തുക്കളിലും ഗുരുവിൻ്റെ പാദകമലങ്ങൾ തന്നെയാണ് വിളങ്ങുന്നത്. ഗുരുതത്വത്തിനെയാണ് അവയെല്ലാം ഉദ്ഘോഷിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് വേദാന്തങ്ങളുടെ അർത്ഥത്തെ ഉപദേശിക്കുന്നവനായ ഗുരുവിനെ വേണ്ടവണ്ണം പൂജിക്കുക. യസ്യ സ്മരണമാത്രേണ ജ്ഞാനമുത്പദ്യതേ സ്വയം സ ഏവ സർവസമ്പത്തി തസ്മാത് സംപൂജയേത് ഗുരും. യസ്യ സ്മരണമാത്രേണ ജ്ഞാനമുത്പദ്യതേ സ്വയം സ ഏവ സർവസമ്പത്തി തസ്മാത് സംപൂജയേത് ഗുരും. യാതൊരാളെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം ജ്ഞാനമുണ്ടാകുന്നുവോ സകല സമ്പത്തുകളും അവൻ തന്നെയാണ്. അതുകൊണ്ട് ഗുരുവിനെ നല്ലവണ്ണം പൂജിക്കുക. കൃമികോടിഭിരാവൃഷ്ടം ദുർഗന്ധമലമൂത്രകം ശ്ലേഷ്മരക്തത്വ ചാമാംസർനദ്ധം ചെയ്തദ്വാരാനനേ. അല്ലയോ സുമുഖി, ഈ ശരീരം കോടിക്കണക്കിന് കൃമികീടങ്ങളാൽ നിറഞ്ഞതും മലമൂത്രങ്ങളുടെ ദുർഗന്ധം വമിക്കുന്നതും കഫം, രക്തം, ത്വക്ക്, മാംസം എന്നിവയാൽ നിർമ്മിതവുമാണ്. സംസാരവൃക്ഷമാരൂഢ പതന്തി നരകാർണവേ യസ്മാദുദ്ധരതേ സർവാൻ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സംസാരരൂപിയായ വൃക്ഷത്തിൽ വന്നു കയറുന്നവർ നരകമാകുന്ന സമുദ്രത്തിൽ പതിക്കുന്നു. അതിൽ നിന്ന് ജീവന്മാരെയെല്ലാം കരകയറ്റുന്നവനായ ശ്രീ ഗുരുവിന് നമസ്കാരം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുരേവ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, മഹേശ്വരനാകുന്ന ദേവനും ഗുരുവാകുന്നു. ഗുരു തന്നെയാണ് പരബ്രഹ്മം. അങ്ങനെയുള്ള ശ്രീ ഗുരുവിന് നമസ്കാരം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം ഹരയേ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്.